ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇന്ന് വെനസ്ഡേ ആണ്. അപ്പം ഇപ്പം ഇന്ന് വെനസ്ഡേ. അപ്പം വെനസ്ഡേ എനിക്ക് രാവിലെ 9 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ഇൻ ദ സെൻസ് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം വെച്ച് എഴുന്നേറ്റ് പിന്നെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കഥയൊക്കെ കേട്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ രാവിലെ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ലിറ്ററലി ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ, ഞാൻ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെ ആ ഒരു റൂട്ടീനും കൂടെ എടുക്കുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി. പക്ഷെ സാരമില്ല, കാരണം ഇനി വരാൻ പോകുന്നത് ഇച്ചിരിയും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. യെസ്, ഓക്കെ. അപ്പം അതായിരുന്നു അപ്പം എൻ്റെ രാവിലത്തെ അങ്ങനെ ഇതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ ആഴ്ച 3 ദിവസമുള്ള ജിം പോകുന്നു. അപ്പം നമ്മൾ അന്ന് മൺഡേ പോയി, ട്യൂസ്ഡേ പോയില്ല, പിന്നെ വെനസ്ഡേ പോയി. നമ്മൾ ട്യൂസ്ഡേ ഓഫീസിൽ പോയതുകൊണ്ട് നമ്മൾ വെനസ്ഡേ ആണ് ജിമ്മിൽ പോകുന്നത്. കാരണം ജിമ്മിൽ എങ്ങനെ പോയാലും ഒരു 1.5 to 2 hours എന്തായാലും പോകും. പാട്ടൊക്കെ പാടി റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ പോവാണ്. അപ്പോൾ ഒരു 3:34 എന്തോ ആയപ്പോഴാട്ടോ നമ്മളന്ന് ജിമ്മിൽ പോകുന്നത്. വെയിലൊക്കെയാണ്, എന്നാലും അപ്പോൾ പോയാലേ ശരിയാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ വെയിൽ കൊണ്ട് നമ്മളങ്ങനെ ജിമ്മിലെത്തി. ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്തൊരു 1.5 to 2 hours. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വർക്കൗട്ട് കഴിഞ്ഞിട്ടാട്ടോ ഇത് തന്നെ കാണുന്നില്ലടോ. ഞാൻ പറയും ഒരു ജിം സെക്ഷൻ എങ്ങനെയാ പറയുക, തൻ്റെ ഒരു റിവ്യൂ കേൾക്കണ്ടേ? ഒന്ന് മനസ്സിലാക്കും കേട്ടോ. ആടോ ഷാഡോ അടിക്കുന്നതിൻ്റെ ഗൈസ്, ഞാൻ മുടി വെട്ടാൻ പോവുകയാണ്. പ്രിൻസസ് സിൻഡ്രല്ല. സബ് ടൈറ്റിൽ കൊടുക്കാം. ഈ എക്സ്പ്രഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴത്തിൻ്റെ ഉള്ള വോൾക്കാനോയിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേജർ കാര്യം. നമ്മൾ ടോണിയും കായ എസെൻഷ്യലിൽ നമ്മൾ ഹെയർ കട്ടിന് വന്നേക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ ഹെയർ കട്ട് വേണമെന്നുണ്ട്. അപ്പോൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് എനിക്ക് തലയിൽ മാസ്ക് ഒക്കെ ഇട്ട് ഒരു 5 minutes ഇരുത്തിയേക്കും. പുള്ളി എന്നോട് ചോദിക്കുകയാണ്, ഫസ്റ്റ് കയറി ചെയറിൽ ഇരുന്നപ്പോഴത്തേക്കും പുള്ളി മുടിയൊക്കെ തൊട്ടിട്ട് എന്നോട് ചോദിക്കും, ഇതെന്താ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ. പുള്ളിന് ഡിപ്രസ്സിങ് ആക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ഹെയർ മാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മുടെ കട്ടിങ് പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ ഹെയർ ലെങ്ത്ത് എനിക്ക് ഷോൾഡറിൻ്റെ അത്രയും വേണം, പക്ഷെ ബാക്കി എനിക്ക് സൂട്ടാണ്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് മുടി വളർന്നാൽ മതി എന്നാ. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ കണ്ടിട്ട് എന്നെ പോമറേക്കും പട്ടിക്കുട്ടീനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്വേതാജി നമ്മുടെ അപ്പുറത്തുള്ള റൂമിൽ, എൻ്റെ തൊട്ട് ബാക്കിലുള്ള റൂമിൽ അവൾ ഹെയർ സ്പൈ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഉള്ളൊരു മാഗസീനൊക്കെ വായിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ സമയം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ രസമായിരുന്നു, എനിക്ക് ഇഷ്ടം, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്കൊരു ഹെയർ വാഷിൻ്റെ ഇടയിൽ ഒരു മസാജ് കിട്ടുമെന്ന്. ഞാൻ വെറുതെ ആശിച്ചത്, എനിക്കതൊന്നും കിട്ടിയില്ല. പക്ഷേ എന്നിട്ട് പുള്ളി ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് പുള്ളി നന്നായിട്ട് സെറ്റൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ട്. ഭയങ്കര ബൗൺസി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പാർട്ടീഷൻ ഏത് വേണമെന്നാണ്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ഞാൻ യൂഷ്വലി ഈ പാർട്ടീഷനാണ് എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുത്തപ്പോൾ എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ അത് ഇട്ട് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ മിഡിലൊന്ന് പാർട്ടീഷൻ എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ ശ്വേതയും പറഞ്ഞു അത് ശരിയാവുന്നില്ല. എനിക്ക് തോന്നുള്ളൂ ആരും ഇല്ല അങ്ങനെ മിഡിൽ പാർട്ടീഷൻ. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ സ്കൂളിൽ പിന്നെയൊക്കെ ഇട്ടിട്ട് പോകില്ല, ആ സമയത്ത് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഇട്ടിട്ടില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പിന്നെ അത് സൈഡിലേക്കാക്കി. ഉറപ്പായിട്ടും ചോദിച്ചാൽ പുള്ളി എന്നെ തല്ലൂത. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ അങ്ങനെ ഭയങ്കര രസമൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോവാം. എന്തായാലും ഹെൽമെറ്റ് വെക്കണമല്ലോ. അങ്ങനെ മുടി നമ്മൾ ചമ്മന്തിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര കുറച്ച് നാൾ കൂടിയുള്ളൊരു മേക്ക് ഓവർ ആയിരുന്നു എനിക്കൊരു ഹെയർ കട്ട്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ കട്ട് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് കുളുങ്ങി ആയിരിക്കുന്നെങ്കിലും ബട്ട് സ്റ്റിൽ സോ ദിസ് ഇസ് ദ ഹെയർ കട്ട്. ഞാൻ ലെങ്ത്ത് നന്നായിട്ട് കുറച്ചു. എനിക്കത് ഏതാണ്ട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നാണ് ലെങ്ത്ത്. നന്നായിട്ട് കുറച്ച് എനിക്ക് ഉണ്ടായിരുന്നു ലെങ്ത്ത് കുറയ്ക്കണം എന്ന് ആക്ച്വലി. അങ്ങനെ ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടം, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര ഗിസ് ഇവിടെ പുള്ളി ഇതാ കേൾസൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടോണി ആൻഡ് കായ എസെൻഷ്യലിലാട്ടോ ഞങ്ങൾ പോയത്. അല്ല, ഞാൻ ആക്ച്വലി കുറച്ച് ഓക്കെ. അപ്പം ഞാനാണെങ്കിൽ കുറച്ചധികം ഇങ്ങനെ മുടി ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മുടി ഹെയർ കട്ട് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു ഓൾറെഡി. അപ്പം ഞങ്ങൾ എന്നിട്ട് ഇന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ശ്വേതയ്ക്ക് ഹെയർ സ്പാ ചെയ്യാൻ, എനിക്ക് ഹെയർ കട്ട് ചെയ്യാനും. എന്നിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു എനിക്ക് ലെങ്ത്ത് ഇച്ചിരി ലെങ്ത്തേക്ക് ഇത്രയൊക്കെ
ബാക്ക് ഏതാണ്ട് ഷോൾഡർ ആ ഒരു ലെങ്ത് വേണം. പിന്നെ ഫ്രണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, എനിക്ക് പ്രശ്നമില്ല പറഞ്ഞു. കാരണം മുടിയില്ലേ, എന്തെങ്കിലും പറ്റിയാലും കിടക്കുമല്ലോ പിന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളായിരുന്നു അവിടുത്തെ ലാസ്റ്റ് 2 കസ്റ്റമേഴ്സ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നല്ല രസമുണ്ട്. എനിക്ക് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അത് 2 ദിവസം കാണിയിരിക്കും, അതേപോലെ കുളിച്ച് കഴിയുമ്പോൾ പോവല്ലോ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഹെയർ കട്ട് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 30% ഓഫർ. അങ്ങനെ മിക്ക എല്ലാ സർവീസസിനും എത്രയാ, അപ്പം എല്ലാ സർവീസസിനും 30% ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഹെയർ കട്ടിന് അങ്ങനെ 750 റുപ്പീസ് ആയുള്ളൂ. അതിലേക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ വാഷിൻ്റെ ഇടയിൽ പുള്ളി ഒരു ഹെയർ മാസ്ക് ഇട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആയതുകൊണ്ട്. എന്നിട്ട് ഒരു ഹെയർ മാസ്ക് ഇട്ടായിരുന്നു for 5 minutes. അത് ഭയങ്കര നല്ല സ്മെല്ലുള്ള. അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഏതെന്ന് സൈക്കിൾ എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ എന്താ ഇച്ചിരി വലിയ ഡബ്ബയായിരുന്നു, എനിക്ക് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ്. അപ്പോൾ ചോദിച്ചു ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വല്ലതും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വെള്ളേൻ്റെ ഒരു ഓറഞ്ച് കളർ ഡബ്ബ ഉണ്ട്, അതിൻ്റെ ഹെയർ മാസ്ക് നല്ല പറഞ്ഞു. സോ ഐ വാസ് തിങ്കിങ് ഓഫ് ബൈക്ക് ലേറ്റർ. ഓക്കെ, കമ്മിങ് ടു ഇത് ഞാൻ ആദ്യം കൂടി കിട്ടിയേക്കട്ടെ. അപ്പം ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ ഒരു ഇത് കാണുമായിരുന്നു, ഒരു ഹെയർ പ്രൊഡക്റ്റ് കാണുമായിരുന്നു. എനിക്ക് എൻ്റെ ഹെയർ ഓൾറെഡി ഇച്ചിരി വേവിയാണ്. അപ്പം അതെനിക്ക് ഇച്ചിരിയും കൂടി ഇതാക്കാൻ, കേളി ആക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര രസമല്ലേ ഇങ്ങനെ കേൾസ് ചേർക്കുന്നതാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ബ്രാൻഡഡ്, അപ്പോൾ ഇതിൻ്റെ അവരുടെ ശ്വാസം കൊണ്ട്, അപ്പോൾ അവരുടെ ട്രാവൽ സൈസ് പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ മേടിച്ചത്, ജസ്റ്റ് എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഇത് ഫസ്റ്റ് അവരുടെ ഷാംപൂ ആണ് ഫോർ ഹെയർ ദാറ്റ് ഗെറ്റ്സ് ഡ്രൈ. ഓക്കെ, ഒരു ഷാംപൂ ഉണ്ട്, പിന്നെ ഒരു അൾട്രാ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണറും ഉണ്ട്. ഇതാണെങ്കിൽ സൂപ്പർ ഡിഫൈനിങ് കേൾ ക്രീമാണ്. ഇത് ഫ്രിസ് കൺട്രോൾ ചെയ്യുന്നൊക്കെയാണ് പറയണേ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ഹെയർ വാഷിങ് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യും, ഇത് ഭയങ്കര എൻ്റെ മുടി നാച്ചുറലായിട്ട് ഇത് കേളായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ.